സംസ്ഥാനം ചുട്ടുപൊള്ളുമ്പോൾ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവുമായി കെ.എസ്.ഇ.ബി. രാത്രികാലങ്ങളിൽ അപ്രഖ്യാപിത പവർ കട്ടിങ്ങിൽ ദുരിതത്തിലായി പൊതുജനം. വേനൽക്കാലം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സാധ്യത. പവർ കട്ട് വേണമെന്നും സർക്കാരിനോട് കെ.എസ്.ഇ.ബി. ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ്, മലപ്പുറത്ത് നിന്ന് സോണൽ കൃഷ്ണ, കൊച്ചിയിൽ നിന്ന് ജിജേഷ് കരുണാകരൻ എന്നിവർ ചേരുകയാണ്. ആദ്യം തലസ്ഥാനത്തിലേക്ക് തന്നെ പോവുകയാണ്. ടിൻഡു, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരക്കെ ഒരു പ്രതിഷേധം ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഈ ഉഷ്ണതരംഗം സംസ്ഥാനത്ത് അലയടിക്കുന്ന സാഹചര്യത്തിൽ കെ.എസ്.ഇ.ബി. വളരെ ക്രൂരമായ നടപടികളിലേക്ക് പോകുന്നു എന്നാണ് പൊതുജനം പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഏറ്റവും പുതുതായി പറയാനുള്ളത് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണമെന്നാണ് ഇപ്പോൾ കെ.എസ്.ഇ.ബി. സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ പല ഘട്ടങ്ങളിൽ കെ.എസ്.ഇ.ബി. ഇത് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ലോഡ് ഷെഡിംഗ് അല്ലെങ്കിൽ പവർ കട്ട് സിസ്റ്റത്തിലേക്ക് പോയില്ലെങ്കിൽ സംസ്ഥാനം അതിരൂക്ഷമായ ഒരു വൈദ്യുതി പ്രതിസന്ധി നേരിടേണ്ടി വരും. നമുക്കിപ്പോൾ തന്നെ അറിയാം, ഏതാണ്ട് 700ഓളം ട്രാൻസ്ഫോമറുകളാണ് കഴിഞ്ഞ ഒരു മാസത്തിലുള്ള സംസ്ഥാനത്ത് കേടായിട്ടുള്ളത്. അത് ഓവർലോഡിംഗ് കാരണമാണ്. രാത്രിയാണ് ഇത്തരത്തിൽ ട്രാൻസ്ഫോമറുകൾ കേടാകുന്നതും രാത്രിയാണ് ഈ ദുരിതം ഉണ്ടാകുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പകൽ സമയങ്ങൾ ഏതാണ്ട് 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് വയനാട് ഒഴികെയുള്ള ജില്ലകളിലെല്ലാം ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ AC-യുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഫാൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലാണ്. ഇത് തന്നെ ഒരുപക്ഷെ ഈ ട്രാൻസ്ഫോമറുകൾ കേടാകുന്നതും വൈദ്യുതിയുടെ അമിത ഉപയോഗത്തിനുമൊക്കെ കാരണമാകുന്നുണ്ട്. 11.37 ദശലക്ഷം യൂണിറ്റാണ് സർവകാല റെക്കോർഡിൽ കഴിഞ്ഞ ദിവസം വരെ കേരളം ഉപയോഗിച്ച് തീർത്ത വൈദ്യുതി എന്ന് പറയുന്നത്. ഡാമുകളെല്ലാം 2 ആഴ്ചത്തേക്കുള്ള വെള്ളം മാത്രമാണുള്ളത്. ഒരുപക്ഷെ ഈ ജലം ഉപയോഗിച്ച് വേണം ഇനി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പുറത്തു നിന്നും വൈദ്യുതി വാങ്ങാനുള്ള കരാർ പുനഃസ്ഥാപിക്കാത്തതും ഒരുപക്ഷെ ഈ പ്രതിസന്ധിക്കൊക്കെ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കെടുക്കുന്ന സമയത്ത് ഏതാണ്ട് 500 മെഗാ യൂണിറ്റ് മെഗാവാട്ട് വൈദ്യുതിയാണ് പുറത്തു നിന്നും വാങ്ങാനായിട്ട് കെ.എസ്.ഇ.ബി. തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിൽ ധനപ്രതിസന്ധിയും മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുക എന്ന് പറയുന്നതോ എത്രത്തോളം അഭികാമ്യമാകുമെന്നുള്ള കാര്യത്തിനും സംശയമുണ്ട്. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും സർവകാല റെക്കോർഡ് എന്ന് പറയുന്നത് 11.37 ദശലക്ഷം യൂണിറ്റ് ആണ്. ഇത്തരത്തിലൊരു വൈദ്യുതി ഉപഭോഗം ഇങ്ങനെ പോകുന്ന സമയത്ത് പുറത്തുനിന്നും അതിനനുസരിച്ച് വൈദ്യുതി വാങ്ങേണ്ടി വരും. താപവൈദ്യുത നിലയങ്ങളെയും അതോടൊപ്പം തന്നെ ആണവ വൈദ്യുത നിലയങ്ങളെ എത്രത്തോളം ആശ്രയിക്കാം എന്നുള്ള കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കണക്കല്ല കേരളം. താപവൈദ്യുത ഉൽപാദനത്തിലും ആണവ വൈദ്യുത ഉൽപാദനത്തിനും കുറച്ച് പിന്നിലോട്ടാണ്. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ആശ്രയിക്കുന്നത് ജലവൈദ്യുത നിലയങ്ങളെ മാത്രമാണ്. അപ്പോൾ ഈ കനത്ത വേനലിൽ വൃഷ്ടിപ്രദേശത്ത് മഴ ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഡാമുകളെല്ലാം 40% താഴെയാണ് വെള്ളം. 2 ആഴ്ച മാത്രം ഉപയോഗിക്കാനുള്ള വെള്ളമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപാദനം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ കെ.എസ്.ഇ.ബി. സംസ്ഥാന സർക്കാരിനോട് വൈദ്യുതി നിയന്ത്രണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അരമണിക്കൂറെങ്കിലും പീക്ക് സമയങ്ങളിൽ അരമണിക്കൂറെങ്കിലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേ മതിയാവുള്ളൂ. 6 മണി മുതൽ 9 മണി വരെയുള്ള 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയം പീക്ക് അവറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 9 മണി ബ്രേക്ക് ചെയ്തുകൊണ്ട് 6 to 9, 9 to 12 അങ്ങനെ 2 പീക്ക് അവറുകളായിട്ടാണ് ഇപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അപ്രഖ്യാപിതമായിട്ടുള്ള ഈ അരമണിക്കൂർ പവർ കട്ട് ഒരുപക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും ഒക്കെ ഇന്നലെ അതോടൊപ്പം തന്നെ തൊട്ട് മുന്നിലത്തെ ദിവസങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള രീതിയിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടാകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിനെ കെ.എസ്.ഇ.ബി. ഒരു ക്രൈറ്റീരിയ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പൊതുജനങ്ങൾ താമസിക്കുന്ന ഏരിയകളെ 4ആയിട്ട് തിരിക്കുക. ഈ 4 ABCD എന്ന് 4ആയിട്ട് തിരിക്കുക. A ക്ലാസ്സിൽ വരുന്നത് ഏറ്റവും കൂടുതൽ അപ്പർ ക്ലാസ്സിൽ താമസിക്കുന്ന ആൾക്കാരും, B ക്ലാസ്സിൽ അതിന് താഴെയും, C ക്ലാസ് അങ്ങനെ സമൂഹത്തെ 4 രീതിയിലായിട്ട് തിരിച്ചുകൊണ്ട് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇതിൽ D ക്ലാസ്സും C ക്ലാസ്സുമാണ് യഥേഷ്ടം വൈദ്യുതി നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. കാരണം അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന മേഖല C ക്ലാസ്സും D ക്ലാസ്സുമാണ്. A ക്ലാസ്സിലും B ക്ലാസ്സിലും വൈദ്യുതി നിയന്ത്രണം വളരെ കുറച്ച് മാത്രം മതി. ഒരു 20 മിനിറ്റിനോ 15 മിനിറ്റിനോ താഴെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പരാതി വരും. അപ്പോൾ പരാതികൾ വരാതിരിക്കുന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതായിരുന്നു കെ.എസ്.ഇ.ബിയുടെ മുന്നിലുണ്ടായിരുന്ന പ്ലാൻ. പക്ഷേ ആ പ്ലാനെല്ലാം ഇപ്പോൾ തകരുന്ന അവസ്ഥയിൽ. കാരണം ജനങ്ങൾ ഒന്നടങ്കമായി പ്രതികരിച്ചു തുടങ്ങി. അപ്രഖ്യാപിതമായിട്ടുള്ള പവർ കട്ടും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വൈദ്യുതി ഇല്ലായ്മയൊക്കെ ഒരുപക്ഷെ ജനങ്ങളെ കാര്യമായി ബാധിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി വരാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിലേക്കാണ്
KSEB സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അരമണിക്കൂർ നേരമെങ്കിലും വൈദ്യുതി നിയന്ത്രണം വേണം. പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി പ്രതികരിച്ചിട്ടില്ല. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരും പോകുന്നത്. ഇതിനായിട്ട് എന്തായാലും ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ഉന്നതതല യോഗത്തിന് ശേഷം മാത്രമായിരിക്കും വൈദ്യുതി നിയന്ത്രണം വേണമോ വേണ്ടയോ എന്നൊരു കാര്യത്തിലേക്ക് പോവുക. മുഖ്യമന്ത്രിയുമായിട്ട് യോഗം നടത്തും. മുഖ്യമന്ത്രി ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും സംസ്ഥാനത്ത് അരമണിക്കൂറെങ്കിലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എങ്കിൽ KSEBയും അതോടൊപ്പം തന്നെ KSEB വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകും. വലിയ രീതിയിലുള്ള വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനം നേരിടേണ്ടി വരും. ദേവിക.